തിരുവനന്തപുരം മാറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവി ഡോക്ടർ പ്രിയേഷ് സി എ GST നിരക്കുകൾ കുറച്ചതിനെക്കുറിച്ച് വിശകലനം ചെയ്യുന്നു. വളരെ സിംപ്ലിഫിക്കേഷന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് GST നടപ്പാക്കിയത് 2017 ജൂലൈ 1 മുതലാണ്. 101 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് GST നടപ്പാക്കിയത്. അത് രാജ്യത്ത് ഒരു നമ്മൾ കുറച്ച് ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് തുടക്കമായിരുന്നു. നമുക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യം 1947 ഓഗസ്റ്റ് 15 കിട്ടിയെങ്കിലും നമ്മുടെ രാജ്യത്തിനകത്ത് സംസ്ഥാനങ്ങൾ തമ്മിൽ സാധനങ്ങളും സേവനങ്ങളും കൈകാര്യം ചെയ്യുന്നതിന് സംസ്ഥാനങ്ങൾക്കകത്ത് ടാക്സ് ബാരിയർ സാമ്പത്തിക തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വൺ നേഷൻ വൺ ടാക്സ് എന്ന രീതിയിലേക്ക് വലിയൊരു വിപ്ലവകരമായ ചുവടുവയ്പ്പാണ് 2017 ജൂലൈ മാസം 1-ാം തീയതി നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പാക്കിയത്. ആ ടാക്സ് പരിഷ്കരണത്തിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക പരിഷ്കരണത്തിന്റെ വളരെ ഡീപ്പ് ആൻഡ് സ്ട്രക്ചറൽ ആയിട്ടുള്ള പരിഷ്കരണമാണ് അതിന്റെ 2ാം ഘട്ടം ഇന്നലെ പ്രഖ്യാപിച്ചത്. അത് 56ാമത് GST കൗൺസിൽ മീറ്റിംഗിലാണ് ആ തീരുമാനം ഉണ്ടായത്. GST കൗൺസിലിന്റെ ആ ഒരു ഘടന തന്നെ സംസ്ഥാനങ്ങൾക്ക് അനുകൂലമാണ്. കാരണം 3-2 വോട്ടിംഗ് റൈറ്റ്സും അധികാരവും അവിടെ തീരുമാനം എടുക്കാനുള്ളത് സംസ്ഥാനങ്ങൾക്കും, 3-1 മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റും ഉള്ളത്. അതിൽ വളരെ ഏകകണ്ഠമായി ഇന്നലെ എടുത്ത തീരുമാനം നമ്മുടെ ടാക്സ് റേറ്റ് 28 എന്നുള്ള ടാക്സ് റേറ്റ് GST റേറ്റ്, അതായത് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസ് റേറ്റ് ഇല്ല, പകരം അത് 18ലേക്ക് മാറുന്നു. പിന്നെ 12 എന്നുള്ളത് ഒഴിവാക്കി അത് 5ലേക്ക് മാറും. അങ്ങനെ വളരെ ഈ തീരുമാനത്തിന്റെ ഗുണം ഏറ്റവും കൂടുതൽ കിട്ടുന്നത്